അപ്പൊ ഈ ഒരു വർക്ക് നമുക്ക് നോക്കാം. നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു തരാം. അനു ഈസ്, ഇവിടെ എന്ത് വെർബ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അനു ആണ് എന്നാണ്. അപ്പൊ ആ വെർബിന് ഒരു ഫോം ഉണ്ട് അല്ലെ? ഇസാറാം വരുന്ന സമയത്ത് വെർബിന്റെ ഒരു ഫോം, ഒരു രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു രൂപം വെച്ചിട്ട് നിങ്ങൾ ഇവിടുത്തെ വെർബ് കണ്ടെത്തുക. ഏത് വെർബായാലും വേണ്ടില്ല. അനു പഠിക്കുകയാണ്, അനു കളിക്കുകയാണ്, അനു കഴിക്കുകയാണ്, പല വെർബുകളും നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ആ വെർബ് ഇംഗ്ലീഷിൽ ഏത് രൂപത്തിലാണെന്നുള്ളത് കമന്റായിട്ട് അറിയിച്ചാൽ മതി. ആ വെർബ് മാത്രം നിങ്ങളൊന്ന് കമന്റിൽ അറിയിച്ചാൽ മതി. ഇങ്ങനെ ഫസ്റ്റ് 1 2 എന്നിട്ടിട്ട്. ഓക്കെ, രണ്ടാമത്തേത് ഐ വാസ് എന്നാണ്. ഇപ്പം വാസ് വരുമ്പോഴും വെർബ് ഏത് രൂപത്തിലാണ്? ഞാൻ ആയിരുന്നു എന്നാണ് അല്ലെ? ഞാന് എന്തോ ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു, പോവുകയായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വെർബാണ് നമുക്ക് വേണ്ടത്. ആ വെർബും ഏത് രൂപത്തിലായിരിക്കും? അപ്പൊ 2 എന്നിട്ടിട്ട് അത് നിങ്ങൾ പറയാം. വെർബ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വി ഹാവ്. ഹാവാസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഹാവ് ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവാസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹാവാസ് വരുമ്പം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, നമുക്കൊരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവാസ് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ വെർബാണ് പറയേണ്ടത്. അപ്പം ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഹാവാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓൺ ദ സ്പോട്ടിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഹാവാസ് യൂസ് ചെയ്യുമ്പം നമ്മളെ വെർബുകൾ ഏത് രൂപത്തിലായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വെർബ്, അതിന്റെ രൂപമാണ് ഞാനിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ 3 എന്നിട്ടിട്ട് ഒരു വെർബ് ഇനി പറയും. ഇനി എനിക്കൊരു കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഹാവാസ് യൂസ് ചെയ്യും കേട്ടോ. ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ മീൻ ചെയ്തത്, ഇവിടെ ഒരു വെർബിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഷി ഹാസ്. ഷി ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് ആയ ഷീന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. ഹാസ് യൂസ് ചെയ്യുമ്പോഴും പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഹാസ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ വെർബിന്റെ ഫോം ഒന്ന് തന്നെയാണ്. ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബ് പറയാന്ന് പറഞ്ഞു കേട്ടോ. ഇനി ദേ ആർ അല്ലേ? ഇസാറാം വരുമ്പോൾ ഏതായിരിക്കും? ഒരു ഇഷ്ടമുള്ളൊരു വെർബ് എടുക്കുക, അതിന്റെ ഫോം ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 എന്ന് പറഞ്ഞിട്ട് മുഴുവനായിട്ട് സെന്റൻസ് എഴുതിയാലും ഒരു കുഴപ്പമില്ല. കമന്റ് ബോക്സ് ഫുൾ ആയാലും ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ആ വെർബ് മാത്രം, ആ ഒരു നമ്പർ ഇട്ടിട്ട് അതിന്റെ വെർബ് മാത്രം ഫോമിൽ ചെയ്യാം. ഓക്കെ, ഹി വിൽ ഹാവ്. ഇവിടെ വില്ലും ഹാവുമാണ്, കൺഫ്യൂഷൻ വരരുത്. അതായത് ഹി വിൽ ഹാവ് എന്നാണ് അല്ലേ? ഹി വിൽ ഹാവ്. വിൽ ഹാവ് വരുന്ന സമയത്ത് ഇവിടെ സിംഗുലർ ആയാലും വിൽ ഹാവിൽ വരുമ്പോൾ വിൽ ഹാസ് അല്ല കേട്ടോ, വിൽ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക. വിൽ ഹാവ് വരുമ്പോഴും നമ്മളെ വെർബിനൊരു ഫോം ഉണ്ട്. അപ്പൊ ഏതാണെന്നുള്ളത് ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബ് എടുക്കുക, അവിടെ ആ ഫോം മാത്രം നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ, ഇനി യു ഷുഡ് ഡേഷ്. യു ഷുഡ് ഡേഷ്. നീ അത് ചെയ്യണം, നീ അത് പറയണം, നീ ഇപ്പോൾ ഇങ്ങനെ ആവണം. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ യു ഷുഡ് ഏതാണ് ഒരു വെർബിന്റെ ഫോം രൂപം? ഏത് രൂപമാണ് നമ്മൾ അവിടെ വെർബ് യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, ഷുഡ് വരുമ്പോൾ അതായത് ഓക്സിലറി ആണ്. ഇനി ഇവിടെ ഒരു വസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദോസ് കാറ്റ്സ് വർ. ആ പൂച്ചകളായിരുന്നു അല്ലെ? ദോസ് കാറ്റ്സ്. ഒരുപാട് പൂച്ച, ഒന്നിലധികം പൂച്ചകൾ, അതാണ് കാറ്റ്സ്. ദോസ് കാറ്റ്സ് വേർ. ആ പൂച്ചകളായിരുന്നു. എന്താണ്? പൂച്ചകൾ കരയാറുണ്ട്, പൂച്ചകൾ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്, പൂച്ചകൾ കടിപിടി കൂടാറുണ്ട്, പലതും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ പൂച്ചകളായിരുന്നു. എന്തെങ്കിലും ഒരു വെർബ് ഇവിടെ വേറെ വന്നു കഴിഞ്ഞാൽ ആ വെർബ് ഏതിലായിരിക്കും? സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ എല്ലാവരും കറക്റ്റ് ചെയ്യാൻ നോക്കുക. സെന്റൻസ് കംപ്ലീറ്റഡ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ആൻസർ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്പർ ഇടണം കേട്ടോ. 1 2 3 എന്നിട്ടിട്ട് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻസറുകൾ കമന്റ് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.